ഹലോ ഗായ്സ്, ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചൊരു ദിവസമായിരുന്നു. ഐ ഗോട്ട് എൻ ഇൻവിറ്റേഷൻ ഫ്രം മൈ ഫ്രണ്ട് ആൻഡ് പുള്ളിക്കാരിക്കൊരു ഷൂട്ടിംഗ് റേഞ്ച് ഉണ്ട്. പുള്ളിക്കാരിയാണ് അവിടെ എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. അങ്ങനെ എന്നെയും മഞ്ജുഷ ചേച്ചിയും കൂടി ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത പല പല കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് പ്രോഗ്രാം, ഷൂട്ടിംഗ് ക്ലബ്ബ് അതൊക്കെ ഒന്ന് കാണുന്നതും എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ പോകുന്ന വഴിയാണെങ്കിലും നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡായിരുന്നു, ഫുള്ള് ഗ്രീനറിയും എല്ലാം ആയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ക്ലബ്ബ്. ഇതിനകത്ത് ഇൻഡോറായിട്ട് വളരെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് നടത്തുന്നൊരു ക്ലബ്ബാണിത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമുക്കിവിടെ ട്രെയിനേഴ്സ് ഉണ്ട്, വന്ന് നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ഈ റൈഫിൾ പിടിക്കേണ്ടതും എങ്ങനെയാണിത് ഫോക്കസ് ചെയ്യേണ്ടതും എന്നെല്ലാം. അങ്ങനെ ഞാനും ട്രൈ ചെയ്ത് നോക്കി. നല്ല ക്ഷമ വേണ്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ അത് ഹോൾഡ് ചെയ്യുമ്പോഴാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അത് നല്ലപോലെ ഹോൾഡ് ചെയ്യണം, അത് കറക്റ്റായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം, എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യണം. അതൊക്കെ നല്ല ഒരു പേഷ്യൻസും നല്ല സ്റ്റഡി ആയിട്ടുള്ള ഹാൻഡും എല്ലാം വേണം. ഇത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ സെൽഫായിട്ടുള്ള ഡിസിപ്ലിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഒത്തിരി സഹായിക്കും. പിന്നെ നമ്മുടെ ഈ ബിസി ലൈഫ് ഷെഡ്യൂളിൽ ഒത്തിരി സ്ട്രെസ് അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പം ടൈം കിട്ടുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ് ഏതാണോ, ഫോർ എക്സാമ്പിൾ ഷൂട്ടിങ്ങിനോട് താല്പര്യമുള്ളവരത് ഡാൻസ്, നിങ്ങളുടെ പാഷൻ എന്താണോ അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ട്രൈ ടു എൻഹാൻസ് യുവർ സ്കിൽസ്. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. നമ്മുടെ സ്ട്രെസ് റിലീവ് ചെയ്യാനും സ്വന്തമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാനും എല്ലാം സഹായിക്കും. ഐ എം റിയലി സാറ്റിസ്ഫൈഡ്. പിന്നെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് പുള്ളി വന്ന് എനിക്കെല്ലാം കാണിച്ചു തന്നു. എവിടെ ഫോക്കസ് ചെയ്യണം, എങ്ങനെയാണ് ഈ ഗൺ കറക്റ്റായിട്ട് പിടിക്കേണ്ടത്, ഷോൾഡർ എങ്ങനെ വെക്കണം, നമ്മുടെ ലെഗിൻ്റെ പൊസിഷൻ എങ്ങനെ വെക്കണം, അങ്ങനെയൊക്കെ കാണിച്ചു തന്നു. ആൻഡ് ഫൈനലി ചേച്ചി ഒത്തിരി വട്ടം ചെയ്ത് നോക്കി. നമുക്ക് അത്യാവശ്യം നല്ല ടൈം കിട്ടി. നമുക്ക് മാക്സിമം ടൈമിൽ നമുക്ക് മാക്സിമം ഔട്ട്പുട്ടിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും എല്ലാം പറ്റി. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത സാധനം ഇങ്ങനെ ഒരു പേപ്പറിൽ ഇങ്ങനെ വരും. നമ്മൾ എത്രത്തോളം ഇതാണ് ആ സാധനം, നമ്മുടെ പേരൊക്കെ എഴുതി നമ്മുടെ സ്കോറൊക്കെ എഴുതി കാണിക്കും. എനിക്ക് 73 ആണ് എനിക്ക് കിട്ടിയ സ്കോർ. ആൻഡ് ദാറ്റ്സ് ഓൾ ഗൈസ്. എന്നിട്ട് അവിടെ നിന്ന് എടുത്ത ചെറിയ ഫോട്ടോസാണ്. ആൻഡ് ഹോപ്പ് യു എൻജോയ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.